അതിരാവിലെ 3 മണിയാണ് സമയം. അപ്പം നമ്മൾ നൈസായിട്ട് എല്ലാം പാക്ക് ചെയ്ത് നമ്മൾ പതുക്കെ ഇറങ്ങുവാണ്. വിചാരിക്കുന്നുണ്ടായിരിക്കും രാവിലെ 3 മണിക്ക് നമ്മൾ ഇറങ്ങി എങ്ങോട്ടാ വന്നേന്നല്ലേ, വേറെ എങ്ങോട്ടും അല്ല, സ്വന്തം മൂന്നാറിലോട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തേക്കുന്ന ഒരു വൺ ഡേ ട്രിപ്പ് പോലത്തെ ഒരു സംഭവമാണ്. മൂന്നാറിലെ കുറെ അത്യാവശ്യം നല്ല സ്ഥലങ്ങളൊക്കെ കണ്ട് തിരിച്ച് നമ്മൾ വീട്ടിലെത്തുന്നു. അതായത് രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, വൈകുന്നേരം നമ്മൾ തിരിച്ച് വീട്ടിലെത്തുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ രാവിലെ 3 മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഏകദേശം ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ അത് ഭക്ഷണം കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് ഒരു 5.5 മണിക്കൂർ മതി ശരിക്കും എത്താനായിട്ട്. അപ്പം നമ്മൾ വന്ന വഴി നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് വരൂ. അതിനുശേഷം നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല. ഇപ്പോൾ നമ്മളിവിടെ പെട്രോൾ അടിക്കാൻ വേണ്ടി കയറിയേക്കാണ്. പെട്രോളൊക്കെ അടിച്ച് അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ചീയപ്പാറ വാട്ടർഫോൾസ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് വെള്ളമൊന്നും കാണാൻ പറ്റുന്നില്ല, മൊത്തം വറ്റി കിടക്കുക, വെള്ളം തന്നെ ഇല്ല കേട്ടോ. അപ്പം നമ്മളിപ്പം മൂന്നാർ എത്താറായി. ഗ്യാപ്പ് റോഡിന്റെ അവിടെ നിൽക്കുവാണ്. ഇത് അടിപൊളി വ്യൂ ആണ്, ഫുൾ തേയിലത്തോട്ടമാണ്. അപ്പൊ താഴെ കുറെ പൂക്കൾ വെക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കിയപ്പോഴാണ് ഇതാ ആ ചെടി ഉണ്ടോ നല്ല പൂത്ത് തളർത്ത് നിൽക്കുവാണ്. അപ്പൊ നമ്മൾ 10 മണിയാകുമ്പോൾ മൂന്നാർ എത്തിയിട്ടുണ്ട്. പാർക്കിംഗ് ഇച്ചിരി പാടാണ്. അപ്പോൾ അവിടെ നല്ലൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം, പോയി ഫുഡ് കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പം മൂന്നാറിന്റെ ഒരു റൂട്ട് മാപ്പ് പോലൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെ കാണാനുണ്ട്, ഒരു എക്സാമ്പിൾ ടോപ്പ് സ്റ്റേഷൻ ഉണ്ട്, ടീ മ്യൂസിയം ഉണ്ട്. അപ്പം ആവശ്യമുള്ളവർക്ക് പോസ് ചെയ്ത് വായിച്ചു നോക്കാം. വണ്ടി ഇതേ അവിടെ പാർക്ക് ചെയ്തിട്ട് അപ്പം മാട്ടുപ്പെട്ടി ഡാം ആ സൈഡിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതാണ് നമ്മുടെ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ എൻട്രൻസ് കേട്ടോ. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് പേ ആൻഡ് പാർക്ക് ഉണ്ട്, പക്ഷെ നമ്മൾ അറിഞ്ഞില്ല, നമ്മൾ അവിടെ പാർക്ക് ചെയ്തിട്ട് വന്നു. KCBയുടെ ഇതിൻ്റെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റാണ് ഈ മാട്ടുപ്പെട്ടി ഡാം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പേ ആൻഡ് പാർക്കുണ്ട്. ഇതിൻ്റെ ചാർജസ് ആണ് ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട്. പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മാട്ടുപ്പെട്ടി ഡാം. അപ്പം നമ്മൾ ഇന്ന് വന്നപ്പോൾ ഒരു അബദ്ധം പറ്റി. എന്താണെന്ന് പറഞ്ഞാൽ ഇന്ന് നല്ല നട്ടപ്പൊരി വെയിലാണ്. അപ്പം മൂന്നാറിലോട്ട് വരുമ്പം ക്ലൈമറ്റോട് നോക്കിയിട്ട് ഒന്ന് വരാൻ ശ്രമിക്കുക. അപ്പോൾ രാത്രി നല്ല രസമായിരിക്കും അല്ലേ, 2 സൈഡിൽ ലൈറ്റും ഈ ഒരു ഇതും. ഇപ്പം തന്നെ നോക്കുക, ദൂരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല മലനിരകളും അതിൻ്റെ താഴെ നമ്മൾ ഈ പടത്തിലൊക്കെ വരയ്ക്കില്ലേ അല്ലേ, അതിൻ്റെ താഴെ വെള്ളവും അതിനകത്ത് ബോട്ടിങ്ങും കുറേ പശുക്കളും മേയുന്നതും അങ്ങനത്തെ കുറച്ച് സെറ്റപ്പാണ്. അടിപൊളിയാണ്. മാട്ടുപ്പെട്ടി ഡാമിൻ്റെ ഒരു സൈഡാണ് ഈ കാണുന്നത്. അപ്പുറം സൈഡ് വന്നാൽ നല്ല വ്യൂ അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ വളരെ അടുത്ത് നിന്ന് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ കുറച്ച് വെയിൽ പോയി കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്, പക്ഷെ ഇറങ്ങരുത്. അപ്പോൾ ഡാമിൻ്റെ അകത്തോട്ട് വരാൻ നമ്മൾ ആ കണ്ട പടിക്കെട്ടുകളാണ് ഇത് ഇവിടെ കാണുന്നത്. അവിടെ എന്തോ ഒരു വാട്ടർ പമ്പൊക്കെ ചെയ്യുന്നുണ്ട്, അതിൻ്റെ എന്തോ സെറ്റപ്പാണ്. അപ്പോൾ ഇതിന് അപ്പുറത്തോട്ട് നമുക്ക് കിടക്കാൻ അനുവാദമില്ല. ജസ്റ്റ് ഇവിടെ നിന്ന് ഇത്രയും കാണാം. ഇവിടെ എല്ലാം ക്ലോസ്ഡ് ആണ്, കമ്പി വെച്ചിട്ട്. ഈ സൈഡിലോട്ട് പോകാം. ഇവിടെ ആണെന്ന് തോന്നുന്നു ബോട്ടിങ്ങിൻ്റെ പരിപാടിയൊക്കെ, പാർക്കിംഗ് ഒക്കെ ഇങ്ങോട്ടാണ്. ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. അതെ, ഇഷ്ടംപോലെ കടകളുണ്ട്. നമുക്ക് തിരിച്ചു വരുമ്പോൾ കയറി നോക്കാം. ബാഗ്സ് ഒക്കെ അപ്പോൾ ഇവിടെ ഉണ്ട്. ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ്, പിന്നെ തൊപ്പി, പിന്നെ ഡ്രിങ്ക്സ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. ടോയ്സ് ഇഷ്ടംപോലെ ഉണ്ടത്. ഫുള്ള് കടകളാണ് കേട്ടോ ഈ സൈഡിലെല്ലാം. പിന്നെ ആ കൊയറിൻ്റെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. നല്ല ഹാങ്ങിങ് പോലത്തെ കുറേ സംഭവങ്ങൾ, ഡ്രീം ക്യാച്ചേഴ്സ്, ബാഗിനൊക്കെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഷോപ്സ് ഉണ്ട്. പിന്നെ ഷൂട്ടിങ്, ബലൂൺ ഷൂട്ടിങ്, കുറേ ഗെയിംസ് ഒക്കെ ഉണ്ട്. പിന്നെ കീ ചെയിൻസ്, ഡ്രീം ക്യാച്ചേഴ്സ്, അത് നല്ല വലിയ ഡ്രീം ക്യാച്ചർ, നല്ല രസമുണ്ട്. പിന്നെ സ്പൈസസ് ഷോപ്പുണ്ട്. നല്ല ഡിസ്റ്റൻസ് കവർ ചെയ്യും കേട്ടോ, അങ്ങ് വരെ പോകുന്നതെന്ന് തോന്നുന്നത്. പല ടൈപ്പ് ഉണ്ട്. സ്പീഡ് ബോട്ടുണ്ട്, പിന്നെ ഇതുപോലെ പെഡൽ ബോട്ട്സ് ഉണ്ട്. എനിക്ക് അതാണ് ബൗണ്ടറി കേട്ടോ, അതിനപ്പുറത്തോട്ട് അവർ കടത്തി വിടില്ല. പിന്നെ ഇവിടെ ഹോഴ്സ് റൈഡിങ് ഉണ്ട്. അവിടെ 2 കുതിരകൾ, സൂം ചെയ്ത് നോക്കിയത് അവിടെ 2 കുതിരകൾ നിൽപ്പുണ്ട്. അപ്പോൾ ഇത്രയാണ് മെയിൻലി ഇവിടുത്തെ കാര്യങ്ങൾ. ഇവിടെ തന്നെയാണ് പാർക്കിംഗ്. ഈ കിടക്കുന്ന വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടേക്ക്, അത് പേ ആൻഡ് പാർക്കാണ്. ഇത് 90 അല്ലേ? ഇതൊക്കെ എത്ര രൂപ? ഇതൊക്കെ 120. റൈറ്റ് സീയിങ്ങിന് KSRTCയുടെ ബസ്സൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പോയി കഴിഞ്ഞപ്പോൾ നിറയെ ആളായി കേട്ടോ. അതുവരെ വലിയ ആളില്ലായിരുന്നു. ഇപ്പോൾ ദാ നോക്കിയാൽ നല്ല ആൾക്കാരുണ്ട്, നല്ല തിരക്കുണ്ട്. അപ്പം നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മളിപ്പോൾ പോകുന്നത് എക്കോ പോയിന്റിനാണ്. അപ്പം അവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, ഏകദേശം ഒരു എന്താ പറയുക 4.5-5 കിലോമീറ്ററിനുള്ളിൽ വരും. അപ്പം നമ്മളിപ്പം എക്കോ പോയിന്റിലോട്ട് പോകുന്ന വഴിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പം നമ്മളിപ്പോൾ എക്കോ പോയിന്റ് എത്താറായി. അപ്പം ഈ വഴിയിലും ഈ പറഞ്ഞ പോലെ നിറയെ ഷോപ്സ് ഉണ്ട് കേട്ടോ. ഇവിടെ പാർക്കിംഗ് വന്നിട്ട് ഇത് ഇവിടെയാണ്. അപ്പം സ്ഥലം കുറച്ച് കമ്മിയാണ്. എക്കോ പോയിന്റിലെ പാർക്കിംഗ് ഈ സൈഡിലൊക്കെയാണ് നമ്മൾ പാർക്ക് ചെയ്യുന്ന വണ്ടികൾ. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു വനശ്രീ ഇക്കോ ഷോപ്പ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതുവഴിയാണ് പോകുന്നത് കേട്ടോ എക്കോ പോയിന്റിലേക്ക്. ടിക്കറ്റൊക്കെ
പോർട്രേറ്റ്സ് വന്നിട്ട് വായിച്ചു നോക്കുക. കണ്ടോ, കുറേ പേര് കൂടി വിളിക്കുന്നുണ്ട്, എക്കോ ആയിട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. പേര് പോലെ തന്നെ സംഭവം സത്യമാണ്. അതിൻ്റെ ഇപ്പുറത്തൂടെ ആൾക്കാർ നടക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ള സ്ഥലവാസികളാണെന്ന് തോന്നുന്നല്ലേ, മീൻ പിടിക്കുകയൊക്കെ ചെയ്യാം. മീൻ പിടിക്കാനും അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരും എല്ലാം. ആൾക്കാരൊക്കെ ഭയങ്കര ത്രിൽഡ് അല്ലേ, ഒച്ച കേൾപ്പിച്ച് തിരിച്ചു കേൾക്കാനുള്ള ഒരു സന്തോഷം. ഇവിടെ ഫുള്ള് ബോട്ടിംഗ് അല്ലേ, എവിടെ പോലും ബോട്ടിംഗ് ഉണ്ട്. അതെ, ജാമ്പയ്ക്കകത്ത് ഉപ്പും മുളകും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. തിന്നല്ലേ സൂപ്പർ. ഒരു പാക്കറ്റ് 50 രൂപയാണ്. കടം പിടിച്ച ഈ വഴി കൂടെ പതുക്കെ നമ്മുടെ വെള്ളത്തിലൊന്ന് ഇറങ്ങാൻ പറ്റുമോ നോക്കാണ്. പതുക്കെ പതുക്കെ. എത്ര? 600 ഗ്രാം. എത്രയത്? ഇത് 100 രൂപ. ഇതോ? ഇത് 60 രൂപ. ഇവിടെ കൃഷി ചെയ്യുന്ന? അതെ അതെ അതെ. ഇത് 60, ഇത് 100. അപ്പോൾ നമ്മൾ നേരത്തെ ബോട്ടിങ്ങിന് പോയത് അങ്ങേ സൈഡാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മളിത് ഇതുവഴി ഈ ചെറിയ ഷോർട്ട് കട്ട്സ് ഇഷ്ടം പോലെ ഉണ്ട്. അതുവഴി ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നമുക്ക് ആ വെള്ളത്തിലോട്ടൊക്കെ ഇറങ്ങാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ പല വഴികളുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്കായിട്ട് അവിടെ നിന്നൊക്കെ നമുക്ക് ഇറങ്ങാം. അപ്പോൾ ഇവിടെ കുറച്ചുകൂടെ വിശാലമായ സ്ഥലമാണ്. ഇപ്പോൾ ബോട്ടിംഗ് ഒന്നുമില്ല, കുറച്ച് സമയം ഫോട്ടോസൊക്കെ എടുക്കാനും വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങി ചില്ലാവാനായിട്ടുള്ള ഒരു ഏരിയയാണിത്. രാവിലെ പുറപ്പെട്ടാൽ നമുക്ക് കുറച്ച് ട്രാഫിക് കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നേരത്തെ, അല്ല ഒരു 4-5 മണിക്ക് പുറപ്പെട്ടാലും മതി, 2 മണിക്കൂർ അങ്ങോട്ട് ആവുന്നേ ഉള്ളൂ. പക്ഷേ ഇത്രയും സ്ഥലങ്ങൾ തന്നെ നമുക്ക് നമ്മൾ ഇന്ന് കാണിക്കുന്ന അത്രയും സ്ഥലങ്ങൾ തന്നെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അടുത്ത സ്ഥലത്തോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോട്ടോ പോയിന്റ്. അപ്പോൾ ഇവിടെയും അടുത്ത ഡെസ്റ്റിനേഷൻ ഈ ഫോട്ടോ പോയിന്റ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ വേറെ ഒന്നുമില്ല, നമുക്കിതേ ആ കാണുന്ന എന്താ പറയുക തേയിലത്തോട്ടത്തിൻ്റെ ഫേസ് ചെയ്ത് നമുക്ക് കുറേ ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഇവിടെ എല്ലാം ഫുൾ അപ്പുറം സൈഡ് മൊത്തം എന്താ പറയുക തേയിലത്തോട്ടമാണ്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലെല്ലാം ഇഷ്ടംപോലെ ഷോപ്പുണ്ട്, പിന്നെ കുതിര സവാരിയുണ്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഫോട്ടോ പോയിന്റ് എന്ന് പറയുന്ന സ്ഥലത്തുള്ളത്. ഇവിടെ എല്ലാം നല്ല എന്താ പറയുക സീനറീസാണ്. ഇപ്പോൾ ഇവിടെ ഈ സൈഡിൽ എല്ലാം വണ്ടി ഒതുക്കി ഇവിടെ നിന്ന് കുറേ പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഫോട്ടോ എടുത്തു വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അവിടെ പാർക്കിംഗ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം മറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കവർ ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ വീഡിയോ ഇന്ന് ഇവിടെ തീരുവാണ്. അപ്പം നമ്മൾ മൂന്നാർ കണ്ട് അടിച്ചു പൊളിച്ചു അല്ലേ. ഇഷ്ടം പോലെ കാണാൻ കൊള്ളാവുന്ന സ്ഥലങ്ങളെല്ലാം നമ്മൾ കണ്ടുണ്ടല്ലേ. അത്യാവശ്യം നമ്മുടെ പരിമിതിക്കുള്ളിൽ കാണാൻ പറ്റുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പം നമ്മൾ ഈ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതെ, അപ്പം നമുക്കിനി പുതിയ കണ്ടന്റുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.